നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നീതി നിഷേധത്തിന്റെ ഒരു മാസം. അതെ, കണ്ണൂർ മുൻ ADM നവീൻ ബാബു മരിച്ചിട്ട് ഇന്നേക്ക് ഒരു മാസം തികഞ്ഞിരിക്കുന്നു. ആ യാത്രയയപ്പ് യോഗത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ കയറി ചെന്ന് കരിങ്കാളി കളിച്ചതിന്റെ ഒരു മാസം. ഇവർ സഖാവല്ല, രക്തരക്ഷസാണെന്ന് മലയാളികൾ അടിവരയിട്ട് പറയുന്നു. CPM ആകട്ടെ ഞങ്ങൾ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരിക്കൊപ്പമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ ഒരു മാസം കൊണ്ട് എന്ത് നീതി ഉറപ്പാക്കാൻ, അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആ കുടുംബത്തോടൊപ്പം തങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ, അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന്റെ എന്ത് നീക്കമാണ്, എന്ത് നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. പകരം ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർത്ത് PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം. PP ദിവ്യ ഏകപ്രതിയായ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ചോദ്യങ്ങൾ അനവധിയാണ്, എന്നാൽ ഒന്നിനും ഉത്തരമില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുന്നു. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കുന്നു. ADMന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ SIT പത്തനംതിട്ടയിൽ ചെന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതേസമയം ADMനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. പിന്നിൽ കളിക്കുന്നതാകട്ടെ CPMകാർ തന്നെ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തിയ ചില പ്രസംഗങ്ങളും അത്തരത്തിലാണ്. CPMന് ആവശ്യം PP ദിവ്യയെ രക്ഷിച്ചെടുക്കുക എന്നത് മാത്രമാണ്. എന്തായാലും പ്രശാന്തൻ ഒന്ന് കരുതിയിരുന്നോളൂ. പ്രശാന്തനാണ് പെട്രോൾ പമ്പ് മാഫിയയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു താക്കോൽ. CBI അന്വേഷണം എങ്ങാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശാന്തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പിന്നീട് പ്രശാന്തൻ പാർട്ടിക്ക് ഒരു തലവേദനയായി മാറും. അങ്ങനെ തലവേദനയായി മാറുന്നവരെ CPM എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പാർട്ടിക്കാരോട് ഇനി പറയേണ്ടതില്ലല്ലോ, അവർക്ക് കൃത്യമായി അറിയാം. പ്രശാന്തന്റെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും കുറി വീഴാം. കാരണം ഈ അന്വേഷണം കൃത്യമായ രീതിക്കല്ല പോകുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നടക്കുന്നത് നിർണായക നീക്കങ്ങളായിരിക്കും. ഇത് പ്രശാന്തൻ അത്ര നല്ലതിനായിരിക്കില്ല. CPMന് കണ്ണിലെ കരടായി മാറിയാൽ പിന്നീട് പ്രശാന്തന്റെ പടമായിരിക്കും കാണാൻ പറ്റുക. അതുകൊണ്ട് പ്രശാന്തൻ സ്വന്തം തടി രക്ഷിക്കാനുള്ള നീക്കമെങ്കിലും ഇപ്പോഴേ തുടങ്ങിക്കോളുക. ഒന്നെങ്കിൽ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ CPMകാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ നാട് കടത്തുന്നത്. മാഷാ അല്ലാഹ് സ്റ്റിക്കർ വണ്ടിയും ഇന്നോവയും ഒന്നും പിന്നാലെ വരാതെ പ്രശാന്തൻ സൂക്ഷിച്ചോളുക. കാരണം ഇവർക്ക് രക്ഷിച്ചെടുക്കേണ്ടത് PP ദിവ്യയെയാണ്. ദിവ്യയ്ക്ക് പിന്നിലാണല്ലോ വൻ കളികൾ നടന്നിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാതെ മറഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല, ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നതും ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു. കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് പ്രശാന്തൻ പറഞ്ഞത്. അതെങ്ങനെയാണ് ഒരു സാധാരണ ഇലക്ട്രീഷ്യനായ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ കരാർ ജീവനക്കാരനായ പ്രശാന്തന് പമ്പ് തുടങ്ങാൻ പണം എവിടെ നിന്ന് കിട്ടി എന്ന കാതലായ ചോദ്യത്തിലടക്കം ഇപ്പോഴും മൗനം പാലിക്കുകയാണ് അന്വേഷണ സംഘം. ആ വശത്തേക്ക് ഇവർ അന്വേഷണം നടത്തുന്നതേയില്ല. പ്രശാന്തന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടില്ല. ഇവിടെയാണ് MV ഗോവിന്ദനും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. MV ഗോവിന്ദന്റെ മകന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ തുടക്കത്തിൽ ഉയർന്നു വന്നതാണ്. കാരണം ദിവ്യയെ ജയിലിൽ നിന്നിറക്കാനും ദിവ്യയെ ചേർത്ത് പിടിക്കാനും MV ഗോവിന്ദനും PK ശ്യാമളയ്ക്കുമൊക്കെ ആയിരുന്നല്ലോ തിടുക്കം. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ മലയാളികൾ കണ്ടതാണ്. അപ്പോൾ അതിനു പിന്നിൽ MV ഗോവിന്ദന്റെ കുടുംബത്തിലേക്ക് നീളുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. കൈക്കൂലി നൽകിയെന്ന് PP ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞുവെന്നാണ് പ്രശാന്തന്റെ മൊഴിയിലുള്ളത്.
കൈക്കൂലിക്ക് വിജിലൻസിലാണ് പരാതിപ്പെടേണ്ടത്. എന്നിട്ടും എന്തിനായിരിക്കും ഈ വഴി സ്വീകരിക്കാൻ ദിവ്യ പറഞ്ഞത്? പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തന്റെ ഔദ്യോഗിക രേഖകളിലെ ഒപ്പിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമായിട്ടും ഇതിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിലും അന്വേഷണം ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ഈ പ്രശാന്തൻ വലിച്ചിട്ടിരിക്കുകയാണ്, ദിവ്യയും പ്രശാന്തനും ചേർന്ന്. എന്നിട്ടും അതിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവിടെയാണ് പ്രസക്തമായ ചോദ്യമുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഈ പരാതിയുടെ പേരിൽ വിജിലൻസ് എങ്ങനെ 14-ന് പ്രശാന്തന്റെ മൊഴിയെടുത്തു? കൈക്കൂലി നൽകുന്നത് കുറ്റമാണെന്നിരിക്കെ പ്രശാന്തനെതിരെ അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ട്? ADMന്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തുടക്കത്തിൽ പോലീസ് ജനപ്രതിനിധികളെ പോലും അകറ്റി നിർത്തിയത് എന്തിനാണ്? കളക്ടറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരാഴ്ച കാത്തു നിന്നത് എന്തിനാണ്? ADMന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ADMനെ സംശയ നിഴലിലാക്കുന്ന മൊഴി മുദ്രവെച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ADM റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെന്നതിന് CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും തെളിവായി ഉണ്ടായിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നുവെന്നും ട്രാക്കിലൂടെ നടന്നുവെന്നുമെല്ലാമുള്ള കഥകൾ പോലീസ് ചില മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ ലക്ഷ്യമെന്താണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുകയാണ്. എന്നാൽ പോലീസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിലേക്ക് ADMന്റെ കുടുംബം എത്തിയത്. ADM നവീൻ ബാബുവിന് യാത്രയെ പൊരുക്കിയതിൽ ഗൂഢാലോചന സംശയിച്ച് കുടുംബവും സജീവമായി രംഗത്തുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട മലയാലപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പ് 1 മണിക്കൂർ 50 മിനിറ്റ് നീണ്ടുനിന്നിരുന്നു. 2ാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി എടുക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരത്തിന് മുൻപ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. നാടിനും വീടിനും പ്രിയങ്കരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രമാണുള്ളത്. ഞങ്ങൾ ഇപ്പോഴും ഇരയ്ക്കൊപ്പമാണെന്നും വേട്ടക്കാരിയെ ഒരു തരത്തിലും ചേർത്ത് നിർത്തുന്നില്ല എന്നും മൈക്ക് കിട്ടുന്നിടത്തൊക്കെ കയറി ഗീർവാണം അടിക്കുന്നുണ്ട് MV ഗോവിന്ദൻ. നിങ്ങൾ എന്ത് നടപടിയാണ് ഇതുവരെ ഈ PP ദിവ്യക്കെതിരെ സ്വീകരിച്ചത്? പാർട്ടിയിൽ നിന്ന് പല പദവികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയതാണോ? അതും വെറും പ്രഹസനം മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് രത്നകുമാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ രത്നകുമാരി ആണെങ്കിലും ഭരണത്തിന്റെ വളയം പിടിക്കാൻ പോകുന്നത് ദിവ്യയാണെന്ന് കണ്ണൂരിലെ നേതാക്കൾ തന്നെയാണ് വിവാദം കത്തിച്ചുവിടുന്നത്. അപ്പോൾ ദിവ്യയെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ MV ഗോവിന്ദൻ ഇനി പറയരുത്. അങ്ങനെ ഏതെങ്കിലും വേദിയിൽ കയറി നിന്ന് ഇനിയും തട്ടിവിടുകയാണെങ്കിൽ ജനങ്ങൾ കൈവയ്ക്കുന്ന സമയം ഇനി അത്ര വിദൂരമല്ല. മാത്രമല്ല, എന്താണ് MV ഗോവിന്ദനും PK ശ്യാമളയ്ക്കും ദിവ്യയുടെ കാര്യത്തിൽ ഇത്ര വലിയ ആശങ്ക? ദിവ്യയെ ഒരു തരത്തിലും പോലീസ് ചോദ്യം ചെയ്യരുത്, ഒരു തരത്തിലും അവരെ അകത്താകരുത്, അവർക്ക് ജാമ്യം കിട്ടണം എന്നുള്ള വേവലാതിയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഗോവിന്ദന്റെ കുടുംബത്തിനാണ്. അവിടെയാണ് എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്. ഗോവിന്ദന്റെ മക്കളിലേക്ക് വരെ ആരോപണം ശരങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഗോവിന്ദന്റെ മക്കളിൽ ഒരാൾ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിന് മുൻപ് ആരോപണങ്ങൾ ശക്തിധരൻ ഉയർത്തിവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയോ ഗോവിന്ദനും PK ശ്യാമളയ്ക്കും ഭയക്കാനുണ്ട് PP ദിവ്യയുടെ കാര്യത്തിൽ. അതാണ് ദിവ്യയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ദിവ്യയും കരുതിയിരുന്നോളൂ, കാരണം ഒന്നും അവസാനിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായി എന്തായാലും നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിലെത്തും. അവിടെ കളിയാകെ മാറും. നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനൊക്കെയുള്ള മറുപടി അവിടെ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. കേരള സമൂഹം ഒന്നടങ്കം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. പിന്നെ അണികൾ എന്ന് പറയുന്ന കുറച്ച് അടിമകൾ മാത്രമാണ് ദിവ്യയെ പൊക്കിപ്പിടിച്ച് ഇപ്പോഴും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.